എൻ്റെ ഒരു വീട്ടിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, തകർന്നിരിക്കുക, എൻ്റെ 10 പൈസയില്ല. പക്ഷെ വെളിയിലത്തെ ഇമേജ് എന്താണ്? സിനിമാ നടനല്ലേ. മാതാപിതാക്കൾ പോലും എന്തോ ധരിക്കുന്നത്? മിലിറ്ററി ക്യാപ്റ്റൻ ആയിരുന്നതിന് ശേഷം അവൻ സിനിമാ നടനായിരിക്കുക. സാമ്പത്തികമായിട്ട് വല്ല കുഴപ്പമുണ്ടോ? പടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കെല്ലാം അറിയുള്ളൂ. നമുക്ക് വണ്ടി ചെക്കുകൾ കിട്ടുന്ന കാലം അത്. ലക്ഷങ്ങളോ അല്ലെ 50,000-ന്റെ ചെക്ക് തന്നാൽ അത് ബാങ്കിലിട്ടാൽ ഒരിക്കലും ബാങ്കിൽ നിന്ന് പൈസ ആയിട്ട് വന്നിട്ടില്ല. അതിങ്ങനെ പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഞാൻ പിന്നെ കൊണ്ടിടും. അങ്ങനെ ഓടി നടക്കുന്ന കാലത്ത് മാതാപിതാക്കൾക്ക് പോലും ഞങ്ങളുടെ ഈ സിനിമയിലെ ബുദ്ധിമുട്ട് അറിയാത്ത ഒരു കാലത്ത് എനിക്കൊരു വലിയ ബുദ്ധിമുട്ട് വന്നു. എനിക്കൊരു 10, 25,000, 40,000, 50,000 രൂപയുടെ ആവശ്യം വന്നു. അത്രയുള്ള എമൗണ്ട്. അക്കാലത്ത് അത് വലിയ എമൗണ്ടാണ് എനിക്ക്. ഞാൻ അന്ന് ആരോട് ചോദിക്കും? എനിക്ക് എളുപ്പം കൊണ്ട് വീട്ടിൽ കൊടുത്തേ വെക്കുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനപ്പോൾ മനസ്സിൽ വന്ന ഒരു വലിയൊരു പ്രൊഡ്യൂസറെ കുറിച്ച് ഒരു 5-6 പടം ഞാൻ ചെയ്തു കൊടുത്തു. സൂപ്പർ ഹിറ്റാക്കി കൊടുത്ത ഒരു മനസ്സാക്ഷിയില്ലാതെ ആ പ്രൊഡ്യൂസർ, ഞാൻ പറയുന്നില്ല, പേരൊന്നും ആരുടെയും പറയില്ല, ആ മനസ്സാക്ഷിയില്ലാതെ ആ പ്രൊഡ്യൂസർ ക്യാപ്റ്റൻ ഒരു രക്ഷയുമില്ല, ഞാൻ അങ്ങനെയാണ്, ഇതാണ്, കയ്യിലൊന്നുമില്ല, അതാണ് എന്നൊക്കെ പറഞ്ഞ് ആയിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും ഞാൻ മനപ്രയാസപ്പെട്ട് അവിടുന്ന് ബൈ ബൈ പറഞ്ഞു വിട്ടു. പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു, അന്ന് മോഹൻലാൽ പ്രിയൻ്റെ ഒരു പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ചെന്നൈയിൽ. ഞാൻ ചെന്ന് പ്രിയൻ്റെ സെറ്റിൻ്റെ ഒരു സൈഡിൽ പോയി ഞാൻ ആകപ്പാടെ ഡിസപ്പോയിൻറ്റഡാണ്. ഞാനിങ്ങനെ കൈയൊക്കെ കെട്ടി നിന്ന് പിന്നെ ദൂരെ നിന്ന് ലാൽ അടുത്ത് വന്നു, ഓടിങ്ങി വന്നു. ഒരു കളങ്കമില്ലാതെ ഞാൻ പറയുക. ഓടി വന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചു. രാജാ, ഇതെന്താ ഇങ്ങനെ ഭയങ്കര ഡള്ളായിരിക്കുന്നത്, മൂകനായിരിക്കുന്നു, മുഖമെല്ലാം ഇങ്ങനെ വല്ലാതായിരിക്കുന്നുള്ളൂ, എന്താ കാരണം? നമ്മൾ ലാലെ ഒരു കാര്യം പറയാറുണ്ട്. എന്താ രാജാ പറ. ഞാൻ ലാലിനെ വിളിച്ചോണ്ട്, അല്ല ഇവിടെ നിന്നങ്ങ് പറ, വേണ്ട നമുക്ക് വെളിയിലോട്ട് വന്നു. വെളിയിലോട്ട് മാറിപ്പോയി സെറ്റിന് വെളിയിൽ ഇറങ്ങി നിന്ന് ഒരു 2-3-4-5 മിനിറ്റ് എടുത്തു. നമ്മൾ എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, എനിക്കൊരു ചെറിയൊരു എമൗണ്ട് തന്ന് സഹായിക്കണം. എത്ര വേണം? ഞാനപ്പോൾ ഈ എമൗണ്ട് പറഞ്ഞു, ചെറിയൊരു എമൗണ്ട്, 25,000 രൂപയോളം അന്നേരം എനിക്ക് എളുപ്പം കിട്ടണം. രായിച്ചായ ഇതിനാണോ 1 ലക്ഷം വേണോ, 2 വേണോ, 3 വേണോ, എത്ര വേണോ, എത്ര ലക്ഷം വേണം പറ. രായിച്ചാൻ്റെ വീട്ടിൽ ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടിയില്ല, നല്ലൊരു കാര്യം തന്നെയാണ്, എൻ്റെ ഇളയൊരു സഹോദരിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇതിനാണോ ഈ മൂകനായിട്ട് ഇങ്ങനെ വീർത്തിരിക്കും? ഇത് വലിയ കാര്യമുള്ള കാര്യമാണ്. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? അപ്പം തന്നെ രായിച്ചാൻ എവിടെ വേണം? ചെന്നൈ വേണോ അതോ ട്രിവാൻഡ്രത്ത് വേണോ? ഞാൻ പറഞ്ഞു, എൻ്റെ അനിയനോട് ഞാൻ വിളിച്ച് പറയാം, അമ്മയോടൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പം തന്നെ വീട്ടിൽ അമ്മയെ വിളിക്കുന്നു, ഈ ചേച്ചിയെ വിളിക്കുന്നു. അത് ആ ചേച്ചിയൊന്നും ഞാൻ ജീവിതത്തിൽ മറക്കുകയില്ല. വിളിച്ചിട്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ രാജിച്ചാൻ്റെ അനിയൻ വരും, ഈ ഒരു എമൗണ്ട് റെഡിയാക്കി വെച്ചേക്കണം. എൻ്റെ അനിയൻ അന്ന് വൈകിട്ട് തന്നെ വീട്ടിൽ ചെല്ലുന്നു, അമ്മ ആ എമൗണ്ട് റെഡിയാക്കി കവറിലിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നു.